കത്തോലിക്കാ സഭയുടെ 267 മാർപ്പാപ്പയായി വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയായി ലിയോ 14 ചാർജ് എടുത്തു. സ്ഥാനമേറ്റയുടൻ പാപ്പ പങ്കുവച്ച സന്ദേശം ഐക്യത്തെയും സ്നേഹത്തെയും കുറിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് സ്നേഹത്തിനുള്ള സമയമാണ്. സുവിശേഷത്തിൻ്റെ കാതൽ നമ്മെ സഹോദരന്മാരാക്കുന്ന ദൈവസ്നേഹമാണ്. പാപ്പ പറഞ്ഞു, തൻ്റെ മേന്മ കൊണ്ടല്ല മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ദിവ്യബലി മധ്യേ നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൽ മനസ്സ് തുറന്ന് അദ്ദേഹം പറഞ്ഞു. ഭീതിയും വിറയലും മാറാതെ ഒരു സഹോദരൻ എന്ന നിലയിലാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സേവകനാകുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ദൈവസ്നേഹത്തിൽ നിങ്ങൾക്കൊപ്പം നടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏത് വെല്ലുവിളിയെയും മറികടക്കാൻ ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് കരുത്ത് പകരും. അധികാരത്തിൻ്റെ ദണ്ട് കാട്ടി ഭയപ്പെടുത്തിയുള്ള ഭരണം താൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ലെന്ന് പാപ്പ വ്യക്തമാക്കി. മതപരമായ ഒരു ദുരുദ്ദേശ അജണ്ടയും എനിക്കില്ല. ക്രിസ്തു സ്നേഹിച്ചതുപോലെ എല്ലാവരെയും സ്നേഹിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്നേഹത്തിൻ്റെ മണിക്കൂറുകളാണ് നമുക്ക് ആവശ്യം. ദൈവസ്നേഹത്തിൽ ആശ്രയിച്ച് മുന്നേറിയാൽ ലോകത്ത് സമാധാനം പുലരും. ക്രിസ്തുവിൽ ഒന്നാകാനുള്ള വിളിയാണ് ഓരോ വിശ്വാസിക്കുമുള്ളത്. പരിശുദ്ധാത്മാവിൽ ശക്തി സംഭരിച്ചുകൊണ്ട് സഭയെ വളർത്താനുള്ള ശ്രമങ്ങളിൽ നമുക്കും പങ്കാളികളാകാം. യേശു പത്രോസിനെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ 2 വശങ്ങളാണ് സ്നേഹവും ഐക്യവും എന്ന് ലിയോ 14 പാപ്പ അനുസ്മരിച്ചു. മിഷനറി മനോഭാവം സഭ കാത്തു സൂക്ഷിക്കണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അത്തരമൊരു സമീപനം സഭയെ ചെറിയ ഗ്രൂപ്പുകളായി ഒറ്റപ്പെടുത്തുന്നതിൽ നിന്നും ലോകത്തിനു മുകളിൽ ആധിപത്യം പുലർത്തുന്നതിൽ നിന്നും തടയുമെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. വ്യത്യാസങ്ങളില്ലാതെ ഓരോ വ്യക്തിയുടെയും ചരിത്രവും ഓരോ ജനതയുടെയും മതപരവും സംസ്കാരപരവുമായ പാരമ്പര്യങ്ങളും വിലമതിക്കപ്പെടേണ്ടതാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു.